നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗുണ്ടകൾ വന്നിരുന്നു. ഗുണ്ടകളോ? ഗുണ്ടകൾ വന്ന് ചേച്ചിയെ എടുത്തേക്ക് എന്തു പറ്റി? ചേച്ചിയെ കൊണ്ടുപോയെന്നോ? എന്താ നീ പറയുന്നേ? അളിയാന്റെ ഗിരിജ ഇവിടെ എവിടെ കൊണ്ടുപോയി. എന്താ ശരിക്കും എന്താ സംഭവിച്ചത്? അളിയാ, ചേച്ചി അവര് കൊണ്ടുപോയി. എന്റെ തലക്കിട്ട് അടിയും തന്നു. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ മരുവത്തൂർ വീട്ടിൽ നിന്നാ സാർ. അമ്മ എവിടെ? അവിടെ എവിടെയെങ്കിലും കാണുമോ? നോക്കി ഈ വീട് മൊത്തം നോക്കി. എനിക്കെല്ലാം രണ്ടായിട്ട് കാണുന്നു. ഗിരിജ ഒരിടത്തും കാണുന്നില്ല. അയ്യോ, കാണാനില്ലേ? അയ്യോ, അപ്പൊ എന്റെ ഗിരിജ അവര് കൊണ്ടുപോയി. മോളെ, അമ്മ അവര് കൊല്ലു. അളിയാ, ഗിരിജയെ കണ്ടുപിടി അളിയാ. ഒന്ന് വാ. ചേച്ചിയും പോയി, എന്റെ ഗിരിജയും പോയി. നമുക്ക് വേദന ഉണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതാരാ? ഞാനാണ് സാർ. ആരാ പവിത്ര? ഞാനാ സാർ. എന്താ സംഭവിച്ചേ? അത് സാർ, എഴുതിക്കോ. മരുവത്തൂർ വീട്ടിലെ ഗൃഹനാഥന്റെ അനുജനായ യതീന്ദ്രൻ കുടുംബത്തോടൊപ്പം 20 കിലോമീറ്റർ ദൂരെയുള്ള KM മാളിൽ സിനിമ കാണാൻ പോയി. എന്താ ശരിയല്ലേ? എന്റെ കുടുംബം മാത്രമല്ല, സഹോദരിയും മകളും പിന്നെ ഈ പവിത്രന്റെ മകൾ ശ്രേയ ഉണ്ടായിരുന്നു സാർ. ശരി, എഴുതിക്കോ. മടങ്ങി വന്ന് നോക്കിയപ്പോ ഹാളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പവിത്രന്റെ ഓർമ്മയിൽ മുഖം മൂടി സംഘമാണ് ആക്രമണം നടത്തിയതും തട്ടിക്കൊണ്ടുപോയതും. എന്താ പവിത്ര, ശരിയല്ലേ? അതെ സാർ. താങ്കളെ അവർ നല്ലതുപോലെ ഉപദ്രവിച്ചു അല്ലേ? അതെ. മിസ്സിംഗ് ആയത് മരുവത്തൂർ വീട്ടിലെ സുമംഗലയും പവിത്രന്റെ ഭാര്യ ഗിരിജയും. അതെ. എഴുതിക്കോ. ഈ സുമംഗലയുടെ മുറി ഏതാ? അതാണ് സാർ. വേദന അമ്മയ്ക്കൊന്നും അച്ഛാ. അവരെന്തെങ്കിലും ചെയ്യുമോ മോളെ? അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. സമാധാനായിട്ടിരിക്കും. നോക്കാം നമുക്ക്. ഇവരുടെ ഒരു ഒപ്പ് വാങ്ങി. ശരി സാർ. ഒപ്പിട്. ഇവിടെ എന്റെ ചേച്ചി അന്വേഷിക്കാം. പവി ഒപ്പിട്. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മിക്കവാറും ഇന്ന് രാത്രി തന്നെ മിസ്സായവരെ കണ്ടെത്തും. നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഒപ്പിട്ട് പേപ്പർ വാങ്ങിക്കോ. എന്റെ ചേച്ചിയെ രക്ഷിക്കണേ സാറേ. അവർ തിരിച്ചു വരും വെച്ചാ ഒന്നും പറ്റില്ല.
വാ, എഴുന്നേക്ക്. പതുക്കെ പതുക്കെ. ആ, ഞാൻ കൊണ്ടുപോയിക്കോളാം അങ്ങളെ. സൂക്ഷിച്ചു കൊണ്ടുപോ. ആ ഈശ്വര, എന്റെ ഏട്ടത്തി. വാ വാ അച്ഛാ. അച്ഛാ ഇരിക്കേ. അച്ഛാ, അമ്മ എവിടെ? മോളെ, അച്ഛൻ അറിയില്ല. അച്ഛാ, പോലീസുകാരുടെയും മറ്റുള്ളവരുടെയും മുൻപിൽ അച്ഛൻ നടത്തിയ അഭിനയ പ്രകടനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അല്ലേലും അഭിനയിക്കാൻ അച്ഛൻ മോശമല്ലല്ലോ. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. പോലീസുകാരച്ഛന്റെ ഭാവപ്രകടനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവും. അവിടെ കൂടിയ മറ്റു പലരും വിശ്വസിച്ച് കാണും. പക്ഷേ ഈ രക്തത്തിൽ പറഞ്ഞതുകൊണ്ടായിരിക്കും ഞാനത് വിശ്വസിച്ചിട്ടില്ല. നന്നായി മെനഞ്ഞുണ്ടാക്കിയ ഒരു നുണക്കഥയായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. മോളെ, അതങ്ങനെയല്ല. അച്ഛൻ പറയുന്നത് സത്യമാ. അമ്മ എവിടെയെന്ന് അച്ഛൻ അറിയില്ല. മോളെ, ഞാൻ അച്ഛാ, ചിലപ്പോ അച്ഛന്റെ കണ്ണുകളിൽ ആ ചെന്നായയുടെ നിഗൂഢതയാ. പണ്ട് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര നക്കിക്കുടിച്ച ചെന്നായയുടെ അതേ നിഗൂഢത. മോളെ, അച്ഛാ, ചോരയുടെ പാടുകളില്ലെങ്കിലും നല്ല ചോരക്കറ മണക്കുന്നുണ്ട് അച്ഛന്റെ ഈ കൈകളിൽ. പറ, അമ്മ എവിടെ? മോളെ, ഞാൻ ഇവിടെ നടന്നതൊക്കെ വിശദമായിട്ട് പറഞ്ഞതല്ലേ. നിനക്ക് മാത്രം എന്താ വിശ്വസിക്കാനാവാത്തത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് എന്റെ അച്ഛനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ. മോളെ, ഞാനൊന്ന് വേണ്ടച്ചാ, ഇതിപ്പോ കളി മാറി. സുമംഗല അപ്പച്ചി കാണാനില്ല. മരുവത്തൂരിലെ സുമംഗല ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല. മീഡിയക്കാരും പത്രക്കാരും വിഷയം ഏറ്റെടുത്ത സംഗതി പിന്നെ സീരിയസ് ആവും. പിന്നെ അച്ഛന്റെ കയ്യിലെ കാര്യങ്ങൾ നിന്നെന്ന് വരില്ല. കുരുക്ക് വീഴും. അതിബുദ്ധി കൊണ്ട് കുരുക്കിടാൻ ശ്രമിക്കുമ്പോ സ്വയം കുരുങ്ങി പോകാറുണ്ട് പലരും. അതിസമർത്ഥനായ പവിത്രൻ സാർ ഒന്നോർത്താൽ നന്ന്. ഇത്രയും നാളും സംശയത്തിന് പോലും ഇട നൽകാതെ പവിത്രൻ സാറിനെ സംരക്ഷിച്ചു വന്ന സൂര്യനാ മറഞ്ഞു നിൽക്കുന്നത്. ഇരുട്ടിൽ തപ്പി തുടങ്ങുമ്പോ മുന്നിൽ തടയുന്നത് എന്തിനേയും സംശയത്തിന്റെ കണ്ണിലേ നോക്കൂ. അവിടെ പതറിപ്പോയാ പിന്നെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയും. സ്വപ്നത്തിൽ പടുത്തു വെച്ചിരിക്കുന്ന ഈ സാമ്രാജ്യമൊക്കെ സൂക്ഷിച്ചാൽ നല്ലത്.